മുതിർന്ന മാധ്യമപ്രവർത്തകരും കോൺഗ്രസ് രാഷ്ട്രീയത്തെ വളരെ അടുത്തുനിന്ന് നിരീക്ഷിക്കുന്നയാളുമായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, രസകരമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സർവേ ദേശീയ തലത്തിൽ നിന്ന് വരുന്നു, കേരള വോട്ട് വൈബ് എന്നുള്ളത്. അതിൽ UDFന് മേൽക്കൈ പറയുന്നു, കൃത്യമായും ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ ഒരു സർവേയെ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് സ്വീകരിക്കാൻ പറ്റാത്തതിന് കാരണമായി വരുന്നത് തരൂരാണ് ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം കടന്നു വന്നതുകൊണ്ടാണല്ലോ. തരൂർ കുക്ക് ചെയ്ത ഒരു കാര്യം എന്നാണ്, ആ രീതിയിലുള്ള വിലയിരുത്തലിലേക്ക് പോവുകയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്. എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? ഈ സർവേയുടെ പിന്നില് ശശി തരൂരാണെന്നൊന്നും എനിക്ക് അങ്ങനെ പറയാനുള്ള തെളിവുകളോ അല്ലെങ്കിൽ വിവരങ്ങളോ നമ്മുടെ പക്കലില്ല. അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അദ്ദേഹം അത് എക്സില് പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് സംബന്ധിച്ചൊരു വാർത്ത, എനിക്കൊന്ന് മണി കൺട്രോൾ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന വാർത്ത അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ ചില നടപടികളിലാണ് അദ്ദേഹം വ്യാപരിക്കുന്നത്. അദ്ദേഹം മോദിക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു, മോദിയുടെ ദൗത്യ സംഘത്തിൽ പെടുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം അടിയന്തരാവസ്ഥയെ, സഞ്ജയ് ഗാന്ധിയെ വിമർശിക്കുന്നു, നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നു. അതല്ല, അദ്ദേഹത്തിനുള്ള അധികാരമുണ്ട്. ഈ അടിയന്തരാവസ്ഥ അനുകൂലിക്കുന്ന ആളല്ല ഞാനും, എനിക്കും അതിനോട് എതിർപ്പ് തന്നെയാണുള്ളത്. പക്ഷെ അദ്ദേഹം എന്നെ പോലെയോ നിങ്ങളെ പോലെയോ അല്ല. അദ്ദേഹം കോൺഗ്രസിന്റെ MP-യാ, കോൺഗ്രസിന്റെ നേതാവ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹമാണ് ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആചരിക്കുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട്, ശക്തമായ ഭാഷ എതിർത്തുകൊണ്ട് വരുന്നത്. ഞാൻ അതിനെപ്പറ്റി ആ ലേഖനം വായിച്ചില്ല. ആ ലേഖനം വന്നതിനെ പറ്റി വായിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. എന്നാൽ അതേ സമയം തന്നെ ഒരു ഏജൻസി, ആ ഏജൻസി എത്രത്തോളം നമുക്ക് പരിചിതമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് വോട്ടർ വൈബ് എന്ന് പറയുന്ന ഏജൻസിയെ പറ്റി കേൾക്കുന്നത്. അതിന്റെ പിന്നിൽ ആരും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ആ ഒരു ഏജൻസിയുടെ ഒരു കണ്ടെത്തൽ, അതായത് 28.3% ആളുകള് UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ അത്രയും പേര് ശശി തരൂരിനെ അനുകൂലിക്കുന്നു, അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ കുറിച്ച് എന്താ പറഞ്ഞത്? പ്രൈം അസറ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹമാണ് ഇപ്പൊ പ്രൈം അസറ്റായിട്ട് മോദിയെ കാണുന്നത്. മോദിക്ക് വേണ്ടി സംസാരിക്കുന്നു, മോദി ഹിന്ദിയിൽ സംസാരിക്കുന്നതിനെ ന്യായീകരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മോദിയെ ന്യായീകരിക്കുകയും കോൺഗ്രസിന്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഈ അടിയന്തരാവസ്ഥ കുറ്റത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ട് എന്തിനാണ് അദ്ദേഹം ഈ പോസ്റ്റ്, ഈ ഒരു സർവേ ഫലം, ഞാൻ പറഞ്ഞല്ലോ അത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ എണ്ണപ്പെട്ട ഏജൻസികളൊന്നും നടത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഏജൻസിയെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അത്തരത്തിലൊരു ഒരു സർവേ ഫലം അദ്ദേഹം എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്? അതാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ അദ്ദേഹം ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു, ഈ സർവേ ഫലം പോസ്റ്റ് ചെയ്തു, അങ്ങനെ താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യൻ എന്ന കാര്യം എടുത്തു പറയുന്നതിന് തുല്യമാണല്ലോ ആ സർവേ ഫലം പോസ്റ്റ് ചെയ്യുന്നതിലൂടെ. കോൺഗ്രസ് തള്ളിയ ഒരു സർവേ ഫലം കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥക്കെതിരെ ഇത്രയും ശക്തമായി വിമർശിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ അടിയന്തരാവസ്ഥ ലേഖനത്തിൽ. മുമ്പത്തെ പോലെയല്ല ഇന്നത്തെ കാര്യം രാജ്യത്ത് എന്ന്. അതായത് കേന്ദ്ര സർക്കാരിനെയും NDA ഭരണത്തെയും പൂർണ്ണമായിട്ട് അനുകൂലിച്ചുകൊണ്ട് അന്നത്തെ അവസ്ഥയല്ല ഇന്നത്തെ അവസ്ഥ. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഒരു സമയമല്ല ഇത്, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു സമയമല്ല ഇത്. അതോടൊപ്പം തന്നെ മറ്റ് ചില രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവാം, പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല എന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു താരതമ്യം കൂടി നടത്തുന്നുണ്ട് ഈ ലേഖനത്തിൽ. കോൺഗ്രസിന് എത്ര നാൾ ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? അതെ, ശരിയാണ്. ഞാൻ പറഞ്ഞ ലേഖനം വായിച്ചിട്ടില്ല. താങ്കൾ അതിന്റെ ഉള്ളടക്കമാണല്ലോ പറഞ്ഞത്. മഞ്ജുഷാണല്ലോ അല്ലേ? അതെ അതെ, മഞ്ജുഷാണ്. അപ്പൊ ആ ഉള്ളടക്കമാണ് താങ്കൾ പറഞ്ഞത്. അതായത് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോഴും ഉണ്ട്, അല്ലെ ജനാധിപത്യത്തിന് വെല്ലുവിളികളില്ല എന്ന് പറയപ്പെടുന്നത്. ഈ ശശി തരൂർ കഴിഞ്ഞ 4 തവണയായിട്ട് തിരുവനന്തപുരത്ത് ജയിക്കുന്ന MP, അദ്ദേഹം ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് പോലും. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു സിനിമയ്ക്ക് അതിന്റെ നിർമ്മാതാവ് ആഗ്രഹിക്കുന്ന ടൈറ്റ് പോലും കൊടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് ഇപ്പൊ എന്താണ് ബീഹാറിലെ വോട്ടർ പട്ടികയെ കുറിച്ചുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? മഹാരാഷ്ട്രയെ കുറിച്ച് എന്താണ് വന്നത്? എവിടെയാണ് ജനാധിപത്യം? ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നുവെന്ന് ആരാണ് പറയുക? BJP-ക്കാരല്ലാതെ, സംഘപരിവാരമല്ലാതെ ആരാണ്
ഇവിടെ ജനാധിപത്യം പുലരുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് പറയാം. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയും സെൻസർഷിപ്പുമാണ്. ഗവൺമെന്റിനെതിരെ അക്ഷരം മിണ്ടാൻ ഇന്നിവിടെ മാധ്യമപ്രവർത്തകർക്ക് ധൈര്യമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയാണ് സ്ഥിതി, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് അങ്ങനെ സെൻസർഷിപ്പ് ഇല്ല, അടിയന്തരാവസ്ഥയില്ല. പക്ഷെ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയും സെൻസർഷിപ്പും ഇവിടെ നടക്കുക. എന്നിട്ട് ഞാൻ താങ്കൾ പറഞ്ഞനുസരിച്ച് ഞാൻ ലേഖനത്തിലുള്ള കാര്യങ്ങളാണ്. ഞാൻ ലേഖനം വായിച്ചിട്ടില്ല, താങ്കൾ പറഞ്ഞനുസരിച്ച് പറയാം. എന്നിട്ടും ശശി തരൂർ പറയുകയാണ് പിന്നെ ഇവിടെ ജനാധിപത്യമുണ്ട്, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പഴയതുപോലെയല്ല. പണ്ട് കോൺഗ്രസ് ആയിരുന്നു, ഇന്ന് BJP ആണെന്നേ ഉള്ളൂ. അന്ന് ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശശി തരൂരാണ് പറയുന്നതെന്ന് ആലോചിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നിലപാടെന്താ? പിന്നെ എന്തിനാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് തുടരുന്നത്? കോൺഗ്രസിന്റെ MP ആയിട്ട് എന്തിനാണ് അദ്ദേഹം തുടരുന്നത്? ഞാൻ പറയട്ടെ, പക്ഷെ അത് കോൺഗ്രസ് നേതൃത്വം കൂടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ? തരൂരിനെ എത്ര നാൾ വെച്ച് പുറപ്പിക്കുമെന്ന് തരൂർ ആഗ്രഹിക്കുന്നത് മറ്റൊന്നായിരിക്കും അല്ലേ? കോൺഗ്രസിൽ നിന്നൊന്ന് പുറത്താക്കലാണെങ്കിൽ അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ല, അതിനിപ്പോ കോൺഗ്രസ്സുകാർ നിന്ന് കൊടുക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. അവരത്ര പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഈ കോൺഗ്രസ് എന്ന് പറയുന്നതേ ബുദ്ധിയില്ലാത്തവരൊന്നും അല്ലല്ലോ. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും പുറത്താക്കട്ടെ. പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പിന്നെ ചട്ടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ വ്യവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാം. എന്നിട്ട് അദ്ദേഹത്തിന് വീണ്ടും BJP ആയിട്ട് തുടരാം. അദ്ദേഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ BJP അദ്ദേഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന പദവികളിൽ ഇരിക്കാം. അത് കോൺഗ്രസ് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥ ഇഷ്ടമല്ല, ഇപ്പൊ ജനാധിപത്യം പുലരുന്നു എന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു. പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എഴുതിയ ആളാണെന്ന് ആലോചിക്കണം. നമ്മുടെ മുമ്പിൽ ഏതാണ്ട് 19 18 19 പുസ്തകം ഇറങ്ങിയെന്ന് എന്റെ ഓർമ്മ. അത്ര വർഷമൊന്നും കൂടുതലൊന്നും ആയിട്ടൊന്നുമില്ല, കാലമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. അദ്ദേഹമാണ് ഇപ്പോ ഇവിടുത്തെ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്. എനിക്ക് അദ്ദേഹം പിന്നെ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പോയതിനെ വ്യക്തിപരമായിട്ട് അനുകൂലിക്കുന്ന ആളാണ് ഞാൻ. അത് കോൺഗ്രസ് അനുവദിക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം കോൺഗ്രസിനോട് ചോദിച്ചിട്ട് പോകണമായിരുന്നു. ആ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ ആളാണ്, എങ്കിൽ പോലും എന്റെ അഭിപ്രായം അതാണ്. പക്ഷേ അങ്ങനെ പോയതിലോ അഭിപ്രായം പറഞ്ഞതിലോ തെറ്റുണ്ടെന്നല്ല പറയുന്നത്. ഇനി അദ്ദേഹം അങ്ങ് BJP ആകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, കോൺഗ്രസിനെ കൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ പ്രയോജനമില്ലെന്ന് തോന്നുകയാണെങ്കിൽ വെച്ചിട്ട് പോകണം, അവസാനിപ്പിക്കണം. കോൺഗ്രസ്സുകാരനായിട്ട് നിന്നുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി, അല്ലെങ്കിൽ ഒരു സ്പേസ്, ചാനലിലാണെങ്കിലും മറ്റു മാധ്യമങ്ങളാണെങ്കിലും കിട്ടുന്ന സ്പേസ്, അതിനുവേണ്ടി കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല. അദ്ദേഹം രാജിവെച്ച് അല്ലാതെ കോൺഗ്രസ് വിട്ടു പോകട്ടെ, അദ്ദേഹം BJP ആവട്ടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നും ഒരു രാജ്യസഭാംഗമായിട്ട് വരാവുന്നതേ ഉള്ളൂ. BJP വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് പദവിയിലേക്കും അദ്ദേഹത്തെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിനെ വേണമെങ്കിൽ വിദേശകാര്യമന്ത്രിയാക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ എന്തെങ്കിലും പ്രമാണപ്പെട്ട വകുപ്പുകളിൽ മന്ത്രിയാക്കാം, ഉപരാഷ്ട്രപതിയാക്കാം, രാഷ്ട്രപതിയാക്കാം. ആവട്ടെ, കേരളത്തിൽ നിന്ന് ഒരാൾ വരുന്നതിൽ നമുക്ക് ആ വഴിക്ക് സന്തോഷിക്കാമല്ലോ. പക്ഷേ ഇതൊരു തരം ഇരട്ടത്താപ്പാ. ഏത് ഒരു ഏജൻസിയുടെ സർവേ ഫലം അമ്പടഞ്ഞാന എന്നുള്ള മട്ടില് പിന്നെ എക്സിലെ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അതേ ദിവസം തന്നെ അല്ലെ അതിന്റെ പിറ്റേന്ന് തന്നെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തില് അടിയന്തരാവസ്ഥയും കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുകയും ചെയ്യുക. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, താങ്കൾ അതിന്റെ ഉള്ളടക്കം പറഞ്ഞതിന്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ ഇന്ത്യ 1975-ലെ ഇന്ത്യ അല്ല, നമ്മൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളതും കൂടുതൽ അഭിവൃദ്ധിയുള്ളതും പല കാര്യങ്ങളിലും കൂടുതൽ ദൃഢവുമായ ജനാധിപത്യമാണ് പിന്തുടരുന്നത്. പക്ഷേ അവിടെ അദ്ദേഹം ഒരു ചെറിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുവാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, എന്നിട്ടും അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ ആശങ്കാജനകമാം വിധം അടിയന്തരാവസ്ഥയെ പൂർണ്ണമായിട്ടും അദ്ദേഹം തള്ളിക്കളയുകയാണ്, പ്രസക്തമായി തുടരുന്നുണ്ട്. അധികാരം കേന്ദ്രീകരിക്കാനും വിമർശകരെ നിശബ്ദരാക്കാനും ഭരണഘടനാപരമായ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാനുമുള്ള പ്രലോഭനം പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാം. പലപ്പോഴും ദേശീയ താൽപര്യത്തിന്റെയോ സ്ഥിരതയുടെയോ വാചാടോപത്തിൽ ഇത് മറച്ചു വയ്ക്കപ്പെടാം. ഈ അർത്ഥത്തിൽ അടിയന്തരാവസ്ഥ ശക്തമായ മുന്നറിയിപ്പായി വർത്തിക്കണം. ഇതേ അദ്ദേഹം കേന്ദ്രത്തിനെതിരെ ഒരു സൂചന മാത്രം നൽകിക്കൊണ്ട് ഞാൻ എതിർക്കുന്നുണ്ട്, ഞാനിപ്പോഴും ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതിന് ഇത് മാത്രമാണ് അദ്ദേഹം കേന്ദ്രത്തിനെതിരെ പറഞ്ഞിട്ടുള്ളത്. മഞ്ജുഷ, അത് എഴുത്തിലെ ഒരു തന്ത്രം മാത്രമാണ്. അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴത്തെ ഇന്ത്യ ആണോ? ഇന്നത്തെ അല്ലല്ലോ. അന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കെൽപ്പില്ലാത്ത ഒരു രാജ്യമായിരുന്നില്ലേ? അവിടെ നിന്ന് ഇന്ത്യ ഒത്തിരി വളർന്നില്ലേ? 2014 ശേഷം അല്ലല്ലോ ഇന്ത്യ വളർന്നത്. ഇന്ത്യ പടിപടിയായിട്ട് വളരുകയല്ലേ? ഓരോ രാജ്യങ്ങളും അങ്ങനെയല്ലേ?
ചില രാജ്യങ്ങൾ താഴോട്ട് പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ശക്തിയുണ്ട്. അത് ആര് വന്നാലും, അടിയന്തരാവസ്ഥ വന്നാലും, അതിനുശേഷം മോദിയുടെ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ വന്നാലും നമ്മുടെ ജനാധിപത്യത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. അത് മാത്രമല്ല, നമ്മള് പിന്നെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത് 2014 ശേഷമല്ല മഞ്ജുഷേ. അങ്ങനെയെങ്ങാനും ശശി തരൂരിന് അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തരൂർ എന്തായാലും ഇക്കാര്യത്തിൽ അല്ല, തരൂർ ഓരോ അവസരത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാനോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ സ്വാഭാവികമായും. ഇപ്പോൾ എല്ലാം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അതാണല്ലോ ഇപ്പോൾ സതീശനും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാതെ ഒഴിയുകയാണ്. അദ്ദേഹത്തിന് അതേ കഴിയുകയുള്ളൂ അല്ലേ മഞ്ജുഷേ? ഞാൻ ഈ കോൺഗ്രസ് അരിപ്പെടുത്തിരിക്കുന്ന നിലപാടാണ് ബുദ്ധി എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ഇപ്പൊ 28% അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആരാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്? ഇവിടുത്തെ BJP-ക്കാരാണോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് രണ്ടാമത്തെ കാര്യമാണ്. അതെന്തും ആയിക്കൊള്ളട്ടെ. പക്ഷേ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഒരു സംവാദത്തിന് പോകുന്നത്? എന്തിനാണ് തർക്കിക്കാൻ പോകുന്നത്? അങ്ങനൊരു സർവേ ഫലം വന്നു, അത് അദ്ദേഹം പോസ്റ്റ് ചെയ്തു. പിന്നീട് അദ്ദേഹം കോൺഗ്രസിനെതിരായിട്ട്, അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട്, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനെതിരായിട്ട് ലേഖനം എഴുതുന്നു. എന്തിനാണ് പിന്നെ തർക്കിക്കാൻ പോകുന്നതേ? അത് അദ്ദേഹത്തിന്റെ ഇതുമായിട്ട് അങ്ങോട്ട് പൊയ്ക്കോട്ടെ. അത് തന്നെ അവസാനിച്ചോളും. ഇതിനൊരു സ്പേസ് കിട്ടാതെ വരുമ്പോ, എയർ ടൈം കിട്ടാതെ വരുമ്പോ ഇതങ്ങ് അവസാനിച്ചോളും. അല്ല, തരൂരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എയർ ടൈമും സ്പേസും കിട്ടും ശ്രീ സണ്ണിക്കുട്ടി. അപ്പോൾ അത് കോൺഗ്രസ് അത് മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും നടക്കില്ലല്ലോ. അത് ഈ സർവേ തന്നെ പുറത്തു വരില്ലായിരുന്നു. തരൂർ അത് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അത് കൂടുതലായിട്ട് ചർച്ചയായത്. പുറത്തു വന്നിരുന്നു, പുറത്തു വന്നിരുന്നു. പക്ഷെ തരൂർ ഇത് റീട്വീറ്റ് ചെയ്തപ്പോഴാണ് ഇത് ചർച്ചയായത്. അല്ല, ഞാനത് ഇതങ്ങനെ നിന്ന് പോകുന്ന ഞാൻ പറഞ്ഞില്ല. PV അൻവറിന് ഇപ്പോഴും കിട്ടുന്നു. VS അച്യുതാനന്ദനെ കാണാൻ ആരൊക്കെ പോയി? എന്നിട്ട് PV അൻവറിന് പോയപ്പം നിങ്ങൾ സ്പേസ് കൊടുത്തു. അത് കിട്ടും, അത് കിട്ടിക്കൊള്ളട്ടെ. അതിന്റെ പിന്നാലെ കോൺഗ്രസ് പോയി വെറുതെ ഉള്ള അവസരങ്ങളും ഉള്ള സാധ്യതകളും കളയേണ്ട കാര്യമില്ല. അതാണ് ശരിയായ നയം, അല്ലെങ്കിൽ നിലപാട്, അല്ലെങ്കിൽ ശരിയായ തന്ത്രമെന്ന എന്റെ വിചാരം. ശരി, നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം വിശദമായി വിലയിരുത്തലിന്. എന്തായാലും ശശി തരൂരിന്റെ ഇപ്പോഴത്തെ ഈ ചെയ്തികളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ദേശീയ തലത്തിൽ തന്നെ തീരുമാനമെടുക്കട്ടെ, പ്രതികരിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. സജിത്ത്,